ഇദ്ദ തുടങ്ങപ്പെട്ടത് എന്തിനു വേണ്ടി? അത് നസബിനെ കാക്കാൻ വേണ്ടി, കലരാതിരിക്കാൻ. ഒരുത്തൻ സംയോഗം ചെയ്ത് ഓനും ഗർഭം കയറ്റി അതിന്റെ ബേക്കിൽ വേറൊരിടത്ത് കയറ്റിയാൽ ഈ കുഞ്ഞി ആരുടേതെന്ന് സംഘടനം വരില്ലേ? അതിനു വേണ്ടിയാണ് അടിസ്ഥാനപരമായിട്ട് എന്ത് വെച്ചത്. ബാക്കിയുള്ളതെല്ലാം വേറെ തമാശ. ശരിയായ കാരണം ഇതാണ്, മക്കളിൽ വാശി വരാതിരിക്കാൻ. ഒരുത്തൻ സംയോഗം ചെയ്ത് അങ്ങനെ ഇന്ദ്രിയം ഒഴിച്ചു കൊടുത്ത് മൂടാൻ തുടങ്ങി പോലും. ശേഷം വേറൊരുത്തരും വന്നിട്ട് എന്താക്കി? അപ്പൊ കുഞ്ഞി ജനിച്ചാൽ നമുക്കെന്തറിയാം ഇത് ആരുടെ കുഞ്ഞിയാണ് എങ്ങനെ തീരുമാനിക്കരുത് കയ്യോ? വശുരിയത്ത് ഇദ്ദ നടപ്പിലാക്കപ്പെട്ടത് അസാലത്താൻ അടിസ്ഥാനപരമായിട്ട് എന്തിനു വേണ്ടി മാത്രമാണ്? നസബിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ്. കലരല്ല തൊട്ട് ഇവന്റെ നുത്തുഫത്തും മറ്റവന്റെ നുത്തുഫത്തും കലർന്നിട്ട് ഏതിൽ നിന്നാ കുഞ്ഞ് ജനിച്ച് തിരിച്ചറിയാണ്ടായി പോകില്ലേ? പിന്നെ ഒരു ചോദ്യം നമ്പർ 2, ഇസ്തിബ്റാ 1 മാസമല്ലേ ഉള്ളൂ, ഇദ്ദ 3 മാസം വെച്ചത് എന്തിന്? ഒരു പെൺകുട്ടിയെ വെക്കാൻ കൊണ്ടാന്ന് 250 രൂപയ്ക്ക് വാങ്ങി. ഉപയോഗിക്കണ്ടെങ്കിൽ ഇസ്തിബ്റായിക്കണ്ടേ? ഒരു ഹൈദ് വരാൻ കാത്തുനിന്നാ മതി. ഹൈദില്ലാതെ പെണ്ണാണെങ്കിൽ 1 മന്ത്. അതേസമയത്ത് ഇദ്ദക്ക് അതിന്റെ 3 ഇരട്ടിയാക്കി. അതെന്തിന്? അതാണ് 2ാമത്തെ ചോദ്യം. ചിന്തിക്ക്, നേരം വിളക്കം ചിന്തിക്കാതെ. കുറിറത്ത് അഖ്റാകൾ ആവർത്തിക്കപ്പെട്ടു. എന്തിന് വിരുദ്ധമായിട്ട്? ഇസ്തിബ്റാക്ക് വിരുദ്ധമായിട്ട്. അൽ മുൽഹഖു ബിഹാ അൽ അശ്ഹുറു, എങ്ങനെയുള്ള അഖ്റാവ് അതിനോട് ഖിയാസാക്കപ്പെട്ടു. ഷഹ്റു ഖുറീനനുസരിച്ചാ ഷഹ്റ്. ഒരു ഖുർആനാണെങ്കിൽ ഒരു ഷഹ്റ്, 2 ഖുർആനാണെങ്കിൽ 2 ഷഹ്റ്. അത് ആവർത്തിക്കപ്പെട്ടു. ഏതോടുകൂടാ ബറാഅത്തു റഹ്മ കരകരമാകുന്നുണ്ട്. ഏതുകൊണ്ട്? ഒന്നുകൊണ്ട്, ഒരു ഷഹ്റ് കൊണ്ട്, ഒരു ഖുർആൻ കൊണ്ട്. ഏത് കിട്ടുന്നുമുണ്ട്, കിട്ടുന്നുണ്ട് എന്നാര് പറഞ്ഞു? ഇസ്തിബ്രായിൽ പറഞ്ഞില്ലേ, മനുഷ്യ നീ ഒരു അടിമ സ്ത്രീയെ വാങ്ങിയാൽ നീ ഇപ്പോഴേ ഉപയോഗിക്കല്ലേ, 1 മാസം കഴിയാതെ എന്നല്ലേ? അപ്പൊ അവിടെ ബറാഅത്തു റഹ്മ 1 മാസം കൊണ്ട്, ഒരു ഖുർആൻ കൊണ്ട് കിട്ടുന്നില്ലേ? പിന്നെ നീ 3 ആക്കിയത് ഇസ്തിദ്ഹാറൻ, കൂടുതൽ ബോധ്യപ്പെടാൻ, വല്ലാതെ ബോധ്യപ്പെടണം. വയസ്സിലുള്ള എല്ലാ കുണ്ടിയും പോയി, ആദ്യത്തെ ആളുടെ എല്ലാ കച്ചറയും പോയി നപ്പിട്ട ഇസ്തിദ്ഹാറിന് വേണ്ടിയിട്ടാണ്. ബറാഅത്തു റഹ്മ ഒന്നോണ്ട് തന്നെ കിട്ടി. വഖ്തുഫിയ ബിഹാ. ഇനി അടുത്ത ചോദ്യം, 3ാമത്തെ ചോദ്യം. ഖുർആൻ കൊണ്ട് ലന്നിനെ ഉണ്ടാക്കി തീർക്കൂല, അല്ല യഖീനിനെ ഉണ്ടാക്കൂല, ലന്ന് മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന് പറയും. പിന്നെ ഖുർആൻ കൊണ്ട് കാര്യം? യഖീനിനെ വേണ്ടേ? ബറാഅത്തു റഹ്മിന്റെ യഖീനിനാണെങ്കിൽ ഇതൊന്നും പോരാ. വഖ്തുഫിയ മതിയാക്കപ്പെട്ടു. ബിഹാ കേവലം ഖുർആൻ കൊണ്ട്. ഏതോടുകൂടി ഖുർആൻ എന്ന് പറഞ്ഞ സാധനം ലാ തുഫീദു തയഖുനൽ ബറാഅ. എന്തിനെ വെട്ടി തീർക്കൂല? എന്താ വെട്ടി തീർക്കൂല? ഗർഭിണിക്കും എന്തുണ്ടാവാം? അതെന്തിന് തെളിവ്? ലാ തുഫീദു തയഖുനൽ ബറാഅന്റെ. വഖ്തുഫിയ ബിഹാ, ഖുർആൻ കൊണ്ട് മതിയാക്കപ്പെട്ടു. ഖുർആനിന്റെ അപ്പുറത്ത് വേണമെന്ന് പറഞ്ഞില്ലല്ലോ. ഏതോടുകൂടി അഖ്റാ ലാ തുഫീദു തയഖുനൽ ബറാഅ. എന്തിനെ വെട്ടി തീർക്കൂല? വരുത്തൂലെന്തേ? എന്നല്ലേ മസല. ഗർഭിണിയിൽ നിന്ന് ചോര വന്ന ഹൈദാവൂല എന്നാ. എന്നിട്ട് പോലും ഖുർആൻ മതി എന്ന് പറഞ്ഞതെന്തേ? ഹാമിലിന്റെ ഹൈദ് നാദിറാണ്. വന്നാദിറുക്കല്ലാദം. അപ്പൊ അതെടുക്കണ്ട. അപ്പോ ഇവിടെ തന്നെ ഉണ്ടാകുന്നുള്ളൂവെങ്കിലും എന്തിന്റെ സ്ഥാനത്തായി? തയക്കുനിന്റെ സ്ഥാനത്തായി. അഖ്റാ കൊണ്ട് തയക്കുനി കിട്ടൂല എന്ന് പറയാൻ കാരണം എന്നാൽ ഹാമില തൈലൂന്ന്, ഗർഭിണിയും ഹൈദുകാരിയാവുന്നുണ്ടല്ലോ.
അത് പറയുന്നത് ഗർഭിണി അയലുകാരിയാവൽ വളരെ 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 നാദിറാണ്. അത് പ്രശ്നമാക്കണ്ട. അപ്പോൾ തേപ്പൊരു കിട്ടിയ സ്ഥാനത്ത് തന്നെ നിർത്തിയാൽ മതി അല്ലേ? ഇദ്ദത്തുൻ നിക്കാഹി സ്വഹീഹായ നിക്കാഹിൽ കൂടിയുള്ള ഇദ്ദ രണ്ട് സൈസ്. സ്വഹീഹായ ഇദ്ദ നിക്കാഹിൽ കൂടിയിട്ടുള്ള ഇദ്ദ ഉണ്ടല്ലോ, അത് രണ്ട് സൈസാണ്. ഇന്ന് ഹയാത്ത് കാലത്ത് പിരിഞ്ഞത്, പിന്നെ ഒന്ന് വഫാത്തിൽ പിരിഞ്ഞത്. രണ്ട് സൈസ് ഇദ്ദാണ്. ബാക്കിയുള്ളവർക്ക് ഒരു സൈസേ ഉള്ളൂ. വഫാത്തിന്റെ വരില്ല, സുഖത്തിന്റെ ഇദ്ദയിൽ. ഒരുത്തനെ മാറിപ്പോയിട്ട് ഇതെന്റെ ഭാര്യയാണെന്ന് ധരിച്ചിട്ട് സംയോഗം ചെയ്ത് പെട്ടുപോയി, ഭാര്യയല്ല എന്നാണ് ഓള് പറഞ്ഞതുകൊണ്ടാ. അവിടെ ഇദ്ദയിക്കണ്ടേ? അത് ഹയാത്ത് കാലത്ത് പിരിഞ്ഞാലുള്ള ഇദ്ദ മാത്രമാണ്. ഇവൻ മരിച്ചെന്ന് പറഞ്ഞാൽ വഫാത്തിന്റെ ഇദ്ദയിക്കണം. വഫാത്തിന്റെ ഇദ്ദ അറിയിക്കുന്നത് ശരിയായ സൗജത്തിന് മാത്രമാണ്. ഇദ്ദത്തുൻ നിക്കാഹി, നിക്കാഹ് മുഖേനയുള്ള ഇദ്ദ. ബഹുവ നിക്കാഹ് എന്ന് പറഞ്ഞാൽ സ്വഹീഹായ നിക്കാഹ്. നിക്കാഹ് ഫാസിദാണെന്ന് പറഞ്ഞാൽ ഇതൊന്നും വരില്ല. ഒറിജിനൽ നിക്കാഹാണ് സ്വഹീഹായ നിക്കാഹ്. ആ നിക്കാഹിൽ കൂടി വരുന്ന ഇദ്ദ രണ്ടൂട്ടം വരും. ജീവിതകാലത്ത് പിരിഞ്ഞാലും വഫാത്ത് കൊണ്ട് പിരിഞ്ഞാലും രണ്ടുപേരും. മറ്റുള്ളവർക്ക് എത്രയേ വരുന്നുള്ളൂ? ഒന്നേ വരുന്നുള്ളൂ. ഏത് വരൂല? വരൂല. ലർബാനി, ലർബാനി രണ്ട് ഇനങ്ങൾ. ലർബ്, ലർബ് എന്ന് പറഞ്ഞാൽ കൈൻസ്, ഇനം. രണ്ട് ഇനങ്ങളാകുന്നു. അവൽ അല്ലവലു യതഅല്ലഖു ബിഫുർഖത്തി സൗജിൻ ഹയ്യിൻ. നമ്പർ 1 യതഅല്ലഖു ബിഫുർഖത്തി സൗജിൻ. ഫിർഖത്തല്ല, ഫിർഖത്ത് പാർട്ടികൾ ഉണ്ടാകും. ഫരീഖുൻ ജമു ഫിർഖത്ത്. അൽ ഫുർഖത്തു അൽ ഫിറാഖ് വേർപാട്. സൗജ് വേർപെടൽ കൊണ്ട് ഹയ്യിൻ. സൗജ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സൗജാണെന്നില്ല, സൗജാണെന്ന ഭാവനയിൽ വേർപെടൽ. സുഖത്തിന്റെ നിക്കാഹ് പാടട്ടെ അല്ലേ? പക്ഷെ ഇവിടെ ഇദ്ദത്തുൻ നിക്കാഹ് നിർബാനി എന്ന് തുടങ്ങിയോണ്ട് ഇത് സ്വഹീഹായ നിക്കാഹ്. ഈ താലീമ് മാത്രം വായിക്കുകയാണെങ്കിൽ സൗജ് എന്ന് പറഞ്ഞാൽ വലവ് വ്യാസവി തന്നെ സുഖത്തും കൊടു. പക്ഷെ നിങ്ങളുടെ ഇദ്ദത്തുൻ നിക്കാഹ് നിർബാനി എന്ന് പറഞ്ഞിട്ട് നിക്കാഹ് എന്ന് പറഞ്ഞാൽ സ്വഹീഹായ നിക്കാഹാണ്. അവിടെ രണ്ട് സൈസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ശരിയായ സൗജാണ്. ഒന്നിക്കൽ തലാഖ് കൊണ്ട് പിരിയുക, അല്ലക്കുന്ന പറഞ്ഞേ എങ്കിൽ രണ്ടേടെ രണ്ടാമത്തത് 249 വഫാത്തിന്റെ ഇദ്ദ. ചെറുവാജി ബിൻ ഖാസിം ചോദിക്കുന്നു രണ്ടെവിടെ? 249 ഒന്നർ ഭൂത്താനി 249. നിങ്ങളെ കിതാബ് ഉണ്ടാവില്ല. ഇതാ കാണാൻ പാഠം പഠിക്കാൻ വേണ്ടി 249 ഒന്നർ അടിയിൽ. അതെ അതെ അതെ, പണ്ട് പറഞ്ഞ രണ്ട് സൈസ് ഉണ്ട്. അതിന് രണ്ടാം പോയിന്റ് അതാണ്. ഇബിൻ ഖാസിമും ചെറുവാനും ചോദിക്കുന്നത് രണ്ടാമത്തെ കടയാണ് 249 പറഞ്ഞോൾക്ക്. കണ്ടാ തലാഖ് കൊണ്ട് വഫീ നുസഖിൻ ഔ. ഇവിടെ ഇനി വാവുണ്ട്, ചിലതിൽ ഔണ്ട്. കണക്കനുസരിച്ച് ഔവാ വേണ്ടി. ഒന്നിക്കൽ തലാഖ് അല്ലെങ്കിൽ ഫസ്ഖ് എന്നല്ലേ വേണ്ടി. തലാഖ് കൊണ്ടും ഫസ്ഖ് കൊണ്ടും രണ്ടും കൊണ്ടാ. അപ്പം വാവ് പറ്റോ? ഫീ നുസഖിൻ എത്രയോ നുസ്ഖകളിൽ ആവുന്നുണ്ട്. വഹി ഔവാ വേണ്ടത്. ഔ ഇല്ലെങ്കിൽ തന്നെ വാവിനെ മാന വെച്ചിട്ട് കൺവേർട്ട് ആക്കണം. എന്തിന്റെ മാനാക്ക്? ഇവിടെ വാവ് പറ്റൂല. ഫസ്ഖ്, ഫസ്ഖ് എങ്ങനെ? അയിക്കുണ്ടായിട്ട് ചെറിയുണ്ട്, ചുണങ്ങുണ്ട്, എന്തെല്ലാം ഉണ്ടായിട്ട് മിക്കാനും തോന്നു പറഞ്ഞു. അവിടെ തലാഖയിൽ നിന്നുണ്ടാ യൂബിനിക്കാറുണ്ട്. നിങ്ങളെ തെഫയിൽ തന്നെ അത് വരാനുണ്ട്. സലാമത്തും മിനൽ യൂബിൽ മുസ്ബിത്തത്തിൽ ഖിയാർ അല്ലവലു അൽ ജുദാമു വസാനി അൽ വറസു എന്നെല്ലാം എണ്ണുന്നുണ്ട്. അപ്പൊ അയിമുണ്ടായിട്ട് ലിസ്റ്റ് ഒഴിവാക്കി. കണ്ടാ ഇംഫിസാഖാല ഓട്ടോമാറ്റിക്. പിന്നെ ലിയാൻ കൊടുത്തിട്ട് വ്യഭിചാരത്തിന് പോയി പോലും. അപ്പൊ ഇവരുടെ മക്കളിൽ പറഞ്ഞ് എൻ്റെ പെണ്ണ് വ്യഭിചാരത്തിന് പോയിട്ടുണ്ടോ, അവളെ വെറുതെ വിടൂല. ഭർത്താവിൻ്റെ അധികാരമുണ്ട്, കിതാബ് ലിയാനിൽ പറയും. അങ്ങനെ പിന്നെ പിരിയേണ്ടി വന്നു. തനിയെ പിരിയലാണ്. പിന്നെ നിന്നെ തലാഖെല്ലിന്നോ നീ കൊടുന്നോ ഒന്നും പറയണോ വേണ്ട. ഇൻഫിസാഖ്
ഇവയൊക്കെ ഫീ മഅന തലാഖിൽ മൻസൂസി അലൈഹി എന്തിന്റെ സ്ഥാനത്താണ്? നസ് വന്നതായ തലാഖിന്റെ അതേ സ്ഥാനത്താണ്. ഫസ്ഖ് ഇൻഫിസാഖ് മുഴുവനും. അതുകൊണ്ട് സീഗ പറഞ്ഞുകൊണ്ട് വേർപെടുക എന്നൊന്നും അല്ലാഹു തആല മുറാദാക്കിയിട്ടില്ല. വേർപെടുക എന്നേ ഉള്ളൂ. ആ വേർപെടല് എങ്ങനെയാകാം? അല്ലാഹു തആല തെളിഞ്ഞു പറഞ്ഞത് തലാഖാണ്. പക്ഷെ തലാഖ് കൊണ്ട് വേർപെട്ടെടുത്ത് മാത്രമേ ഇത് വേണ്ടുന്നുണ്ടോ? എന്തുകൊണ്ട്? ലിയന്നഹു ഇവയൊക്കെ ഫീ മഅന തലാഖി എങ്ങനെയുള്ള തലാഖ് അൽ മൻസൂസി അലി തലാഖിന്റെ മേലെ മാത്രമാണ് നഫ്സ്. ആ നഫ്സിന്റെ അതേ സ്ഥാനമാണ് ഏത്? അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഭർത്താവ് ജമാദായി അല്ല ഭർത്താവ് പോത്തായി പറഞ്ഞാൽ എന്തിദ്യായിരിക്കേണ്ടത്? ഭർത്താവ് കല്ലായി മാറിയാൽ എന്ത് ഹിദ്ദ? അത് ഇടയിൽ നിന്ന് വായിക്കി സെർവാനി വായിക്കി ലോ മുസിഖ സൗജു അതന്നെ ചെറുവാനിയിലുണ്ട്. സൗജ് മരിക്കപ്പെട്ടാൽ കൊലം മരിക്കപ്പെട്ടാൽ എന്തായി? എന്നാല് ഇന്നെന്താ വേണ്ടി? തലാഖിന്റെ ഇത്യാദി ഹയാത്ത് കാലത്ത് പിരിഞ്ഞ പോലെ ഒന്നേരെയാവില്ല എന്നൊന്നും പറയാൻ പറ്റൂല. ഹയാത്തിന്റെ അതെ തലാഖിന്റെ ഇരിക്കണ്ടി, വഫാത്തിന്റെ അല്ല. ഇതുകൊണ്ട് മസലയാവോ? കല്ലായി മറിഞ്ഞാലോ 250 250. അപ്പോ ഇത് ഈ ഒരു പോയിന്റ് മാത്രം പോരാ. ഈ മസാല ശരി തന്നെ. 250 അതിന്റെ ഫുൾ ഫോം സൗജു. രണ്ട് ശിക്കു. അതാ രണ്ട് ശിക്കും പറഞ്ഞു വഫാത്തിന്റെ ഇരിക്കല് കല്ലായി മറിഞ്ഞെങ്കിൽ. അപ്പൊ അതും കൂടെ കൂട്ടണം. 250 കൂട്ടാണ്ട് ആദ്യത്തെ കിട്ടിയാൽ ഒരു പോയിന്റേ കിട്ടുന്നുള്ളൂ. ഒന്നാമത്തത് വഫാത്തിന്റെ ഇദ്ദ കിട്ടണ്ടെങ്കിൽ മറ്റേ വേട്ടെ, അത് കിട്ടിയില്ലേ? ഇനിന്താ നിക്കാഹ് എന്ന കൈത് കൊണ്ട് പോയി സിന പോയി. ഭൂമി ലോകത്ത് എല്ലാവരും സമ്മതിക്കുന്ന സിനയിൽ എന്തില്ല. കാരണം സിന ഒരു പ്രശ്നമാക്കി എടുക്കാൻ പറ്റില്ല. ഓനിക്ക് വേണ്ടി ഇതായിരിക്കലില്ല. കുട്ടിയെ വേണ്ടതല്ല. കാറ്റവും മൂത്രവും പോലെ അവഗണിക്കേണ്ടതാണ് സിന. അതുകൊണ്ട് ഒന്നും എന്താക്കണ്ട. അല്ലെ സിനയിൽ ഗർഭം ധരിച്ചാലും അന്നേരം വിവാഹം ചെയ്യാൻ പറ്റുന്നില്ലേ? അന്നേരം സംയോഗം ചെയ്യാൻ പറ്റുന്നില്ലേ? സിനാക്കല്ലാതെ അതുപോലെ ഏതും പോയി ഏതും പോയി അദ്ദേഹം ആടില്ലേ? ജിനയിൽ പിന്നെ ഒന്നുമില്ല. സുഖത്തിന്റെ വത്ത് എന്താ പോയത്? വൈനവും ലൈസവർ ബൈനി അവിടെ രണ്ടിനങ്ങളില്ല. എന്താ അവിടെ ഏതേ ഉള്ളൂ? വേറെന്തുണ്ടോ? ഹയാത്ത് കാലത്ത് വേർപെട്ട ചെയ്യുന്ന അമലുണ്ടാവും, തലാഖിന്റെ ഇതുണ്ടാവും. ബഹുവ എന്താണ് വത്തു ശുബ്ഹ? അത് തെളിയിക്കുക, ഡിഫൈൻ നിർവചിക്കുക. വത്തു ശുബ്ഹ, ശുബ്ഹത്തിന്റെ വത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? അബദ്ധം എന്ന് പറഞ്ഞാൽ എന്ത്? കുല്ലുമാ എല്ലാ സംയോഗവും ലം യൂജിബ് ഹദ്ദൻ അലൽ വാത്തി, ആ സംയോഗം എന്തിനെ നിർബന്ധമാക്കുന്നില്ല? അതിനെ എല്ലാം പെട്ട് വളരെ നല്ല തൈരീഫ്. കുല്ലുമാ ലം യൂജിബ് ഹദ്ദൻ അലൽ വാത്തി വൈൻ ഔജബഹു അലൽ മൗതുഅത്തി. ചില സന്ദർഭങ്ങളിൽ ആർക്ക് ഹദ് കിട്ടിയേക്കും, അത് കിട്ടുന്നത് കിട്ടട്ടെ. വാത്തിന് ഹദ് ഉണ്ടോ ഇല്ലേ? ഇല്ല എങ്കിൽ അത് ശുഭത്തിന്റെ വത്തുക. നിരപരാധിത്വം വന്നു അവിടെ. കുല്ലുമാ ലം യൂജിബ് ഹദ്ദൻ അലൽ വാത്തി, കുല്ലുമാ ലം യൂജിബ് ഹദ്ദൻ വൈൻ ഔജബഹു അലൽ മൗതുഅത്തി. ആരുടെ മേലെ നിർബന്ധമായെന്ന് വരും? മൗതുഅത്തിന്റെ മേലെയും ഹദ് നിർബന്ധമാകാതിരിക്കണം. ശുഭത്തിന്റെ വത്തുകാരാണ്. ഓളെ കാര്യം നമ്മൾ നോക്കിയേ വേണ്ടെന്ന
അവള് തനിച്ച സാന്നിധ്യത്തായിരിക്കും. അതുകൊണ്ട് അവൾക്ക് ഹത്ത് കിട്ടി. എറിഞ്ഞു കൊല്ലല് അല്ലെങ്കിൽ നാട് കടത്തല് അടി എല്ലാം കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നതാണ് കിട്ടട്ട്. വാത്തിന്റെ അവസ്ഥയാ നോക്കല്. നിരപരാധിത്വം ആരോചാനിമില്ല. അതേതാ മൗത്തുവത്തിന് ഹദ് കിട്ടുകയും വാത്തിന് കിട്ടാതിരിക്കുകയും ചെയ്തത്. മജ്നൂൻ സംയോഗം ചെയ്യും പോലെ. മജ്നൂൻ അത് സുഖത്തിന്റെ വത്തുകായിട്ടാ കൂട്ടല്. മജ്നൂനിനോട് തക്ലീഫുണ്ടാ? الحكم خطاب الله المتعلق بفعل المكلف من حيث انه مكلف اي ملزم ما فيه كلفة. يقول الجواب نحمدك اللهم على نعم يؤذن الحمد بزيادها ونصلي على محمد هذه الأمة لرشادها ما قامت الدروس والسطور لعيون الألفاظ مقام بياضها وسوادها. അതിൽ പറയുന്നത് ഭ്രാന്തനായ കുട്ടികളിൽ നിങ്ങളാണ്. ഓരോ പാട്ടൊക്കെ വിട്ടു. അത് ചെക്കൻ പ്രായപൂർത്തിയായിട്ടില്ല, ശുഭത്തിന്റെ പട്ടികയിലാന്ന് അവനുണ്ടല്. അത് മുക്രഹിൻ അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെട്ടവൻ. ഇവരെല്ലാം ആരെ സംയോഗം ചെയ്തു? കാമിലത്തൻ. അതെ, ആഖിലത്തും ബാലികത്തും വഴിപ്പാടും ഉള്ളതായ പെണ്ണിനെ. അത് മൂന്നിലേക്കും മജ്നൂൻ സംയോഗം ചെയ്തത് ആരെയാണ്? കാമിലത്താന്ന് അഖിലി ബുലൂഗ് തൗഹീദ്. ആഖിലത്തൻ ബാലികത്തൻ തായിയത്തൻ. ആഖിലത്തൻ ബാലികത്തൻ തായിയത്തായിട്ടാണ് ചെയ്തത്. ആരാ ചെയ്തത്? മജ്നൂൻ. അല്ലെങ്കിൽ പക്ഷേ മുക്രഹിന്റെ അടുത്ത് നല്ലോണം പഠിക്കാറുണ്ട്. ഞാനിപ്പം പറയും. വലോ സിനമിൻഹ, ഇത്രയും സ്ഥലത്ത് കാമിലത്തിന്റെ വക്കലിൽ നിന്ന് എന്തായിട്ടാ സംഭവിക്കും? എന്നാലും ഈ ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം എന്തായിട്ട് കൂട്ടും? ഇപ്പൊ തൽസമുഹ അല്ല ഇദ്ദത്തു. ഇപ്പൊ എന്ത് വേണം? ഇദ്ദിക്കണം. ഇവനെ മാനിച്ചുകൊണ്ട് ലിഹ്തിറാമിൽ മായി, ഇവന്റെ നുത്ഫത്തിനെ പരിഗണിച്ചുകൊണ്ട്. ആരുടെ? അവന്റെ നുത്ഫത്തിന് വിലയില്ലേ? അട നുത്ഫത്ത് പരിഗണിക്കേണ്ടത് ഹഖീഖത്തൻ തന്നെയാണ്. മജ്നൂനിലും മുക്രഹിലും. മുറാഹിഖിൽ ഒരു പക്ഷേ നുത്ഫത്ത്, മുറാഹിഖിൽ അടയക്കില്ല. മജ്നൂനിലും മറ്റേ വേറെ മുക്രഹിലും അട ജ്യൂസ് ഉണ്ട്, നുത്ഫത്ത് ഉണ്ട്. ഉറപ്പിക്കുക മുറാഹിഖിന്റെ ഒരു പക്ഷേ ഇങ്ങനെ കണക്കാക്കണ്ടേ? അവിടെയാണ്. ഇനി ഇവിടെ നോക്ക്, ഔ മുക്രഹിന്ന് പറഞ്ഞ നോക്കിയ അവിടെ പണ്ഡിതന്മാരെ രണ്ട് ഗ്രൂപ്പാണ്. വിഫാഖല്ലിൽ മുഹനി വല്ല അസനിയാന്നത്. തുഹഫ മുഹനി അസനിയാണ് പറഞ്ഞത്. നിഹായ പറയുന്നത്, നിഹായും അവരുടെ പിതാവും പറയുന്നു എന്ത് വേണ്ട? കുട്ടി ചേരൂല. അതുകൊണ്ട് എന്തും വേണ്ട, ഇത് വേണ്ട. കാരണം അത്രയും വെറുക്കപ്പെടുന്ന കാര്യമാണ് പോലുള്ളത്. ഇക്റാഹ് മുഖേനയുള്ള സിനിയും വെറുക്കപ്പെടുന്നത് തന്നെ. അവർ വാശി പിടിക്കുന്നു. നിഹായ, അതുപോലെ ജമാലുർ റംലിന്റെ പിതാവുണ്ടല്ലേ ശിഹാബുർ റംലിയും തീർത്തു പറയുന്നുണ്ട്. നിഹായിൽ ശരിക്ക് വണ്ടൊക്കെ നിർത്തി ഉള്ളിലതാ ജിനാന്റെ മേലെ നിർബന്ധിക്കപ്പെട്ടാൽ അതിൽ ജനിക്കുന്ന കുഞ്ഞ് ഓൻ്റെതല്ല. കാരണം അവൻ തടയപ്പെട്ടവനാണ് സിനിയെ തൊട്ട്, മരണം മുമ്പിൽ കണ്ടാൽ പോലും. പക്ഷെ ഹദ്ദില്ല എന്ന് പറഞ്ഞത് ശുഭത്തിന്റെ പേര് പറഞ്ഞിട്ടാണ്. കുട്ടി ചേരൂല എന്ന് പറയുമ്പോൾ എന്തും വേണ്ട. സബീനയും മജ്നൂനിയും പോലെ അല്ല. പക്ഷേ സബീനിയും മജ്നൂനിയും പോലെ തന്നെയാണ് എന്ന് തുഹഫയും മുഹനിയും അസിനയും എന്താക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഖിലാഫുണ്ടാടെ മുക്രഹിന്റെ പറയാൻ കാരണം, മുക്രഹിന്റെ കോഴ്സ് പൂർത്തിയാക്കിക്കൽ 8 കിതാബ് എടുക്കണം. 9ാം ജുസ്, 10ാം ജുസ്, 3ാം ജുസ്. അവിടെ 8 സ്ഥലത്ത് പരാമർശിക്കുന്നുണ്ട് മുക്രഹിന്റെ അവസ്ഥ. ഇപ്പൊ ഇവര് കളിയാക്കിയില്ലേ, മുക്രഹിന് എന്ത് വേണ്ട പോലും മുക്രഹായിട്ട് സിന ചെയ്താൽ എന്ത് വേണ്ട, ഇരിക്കണ്ട, ഈ കുട്ടി ഓൻ്റെതായിട്ട് കുട്ടിയും വേണ്ട പോലെ. ഓൻ എന്തൊക്കെ ആയിക്കോട്ടെ എന്നാ അവനെ അവഗണിക്കുന്ന രൂപം കണ്ട. ഇങ്ങനെ അവഗണിക്കാൻ കാരണമുണ്ട്. ഈ 8 സ്ഥലത്ത് പറയുന്നുണ്ട്. തുഹഫ 9:105, ഷെർവാനി 9:105,
തുഹഫ 9216, തുഹഫ 9390. എത്രയായി? ഒന്നുകൂടെ പറയാം. തുഹഫ 9105, ഷെർവാനി 9105, തുഹഫ 9216, തുഹഫ 9390, തുഹഫ 10146, പിന്നെ തുഹഫ 3409, ഷെർവാനി 3409, തുഹഫ 3300, ഷെർവാനി 3398. ഈ 8 സ്ഥലത്തും പറയുന്ന എന്താന്ന്? മരണം യഖീനായാൽ പോലും എന്ത് പറ്റൂല? സിനാ ചെയ്യാൻ പറ്റൂല. ഏതുപോലെ അവനെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഒന്നിക്കൽ സിനാ ചെയ്യണം, അല്ലെങ്കിൽ നിന്നെ അർത്ഥ കഷ്ണാക്കും, എന്നാ മരിക്കാൻ തയ്യാറായിക്കൊള്ളും. ഒരു നിവൃത്തിയും ഇല്ലേ ഇല്ല എന്നാണ്. ഇല്ലേ ഇല്ല ഈ 8 സ്ഥലത്ത് പറയുന്നത്. പക്ഷെ ആനുകൂല്യം എന്നാലും കൊടുക്കുന്നു. ഇക്റാഹ് കൊണ്ട് സിനാ ചെയ്താലും നോമ്പ് മുറിയൂല. 3450 പറയുന്നത് ഇക്റാഹ് കൊണ്ട് ആയാലും, ഇക്റാഹ് ഉണ്ടായാലും സിനാ ചെയ്യരുത് എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാലും സിനാ ചെയ്താൽ എന്താവൂല? നോമ്പ് മുറിയൂല. ഷെർവാനി 3409 നോമ്പിന്റെ ബാബിൽ 3398 പറഞ്ഞിട്ടതാ. ഇക്റാഹ് മുഖേന സിനാ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിനാ ചെയ്തിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറിയുകയില്ല. ആ ആനുകൂല്യം അങ്ങനെ ഉണ്ട്. പിന്നെ മറ്റുള്ള സ്ഥലത്ത് നല്ലോണം പറഞ്ഞിട്ടുണ്ട്. അംറുൻ ബിൽ മഅറൂഫിന്റെ ഭാഗത്ത് 9216 കുറ്റത്തിന്റെ മേലെ നിർബന്ധിച്ചാൽ കുറ്റം ചെയ്തോളെ പഠിക്കണ്ട. പക്ഷെ സിന ഒഴികെ കൊല്ലുമെന്ന് ഭയപ്പെടുത്തി യഖീനാവുകയും ചെയ്യും കൊല്ലുമെന്ന്. എന്നാൽ പോലും എന്തിലേക്ക് മുതിരാൻ പാടില്ല? അവൻ ഷഹാദത്ത് മരിച്ചോട്ടെ. ഇവിടെ ബാക്കിയാകണ്ടാവും. പട്ടിണി കടത്തി കൊല്ലുമെന്ന് ഉറപ്പായി. ദിനാ ചെയ്താൽ ഭക്ഷണം കിട്ടും, എന്നാൽ ആ ഭക്ഷണം സ്വീകരിക്കാൻ പറ്റൂല, മരിക്കുകയാണ് വേണ്ടത്. 8 സ്ഥലത്ത് പറയും. 8 എടുത്ത് പഠിക്ക്. 9105 തുഹഫ, ഷെർവാനി 9105, തുഹഫ 9216 പഠിക്കണം. 9390, 10146, തുഹഫ ഷെർവാനി 3450, പിന്നെ ഷെർവാനി 3398 എല്ലാം പഠിച്ച ശരിക്കും പറയുന്നുണ്ട്. സിനയിലേക്ക് യാതൊരു റിക്രൂട്ട്മെന്റ് ഇല്ല. മരിക്കുമെന്ന് ഐനുൽ യഖീനായാലും വെച്ചോട്ടെ, എന്തിനൊരുങ്ങണ്ട. ആ കണക്ക് പറയുമ്പം ഇവന്റെ സംയോഗത്തിന് വേണ്ടി അമ്മ ഇത് ഇരിക്കേണ്ടതുണ്ട്. ആ കണക്കിന് ആസിമല്ലേ, അവനോട് ആര് പറഞ്ഞു ഇക്റാഹ് ഉണ്ടെങ്കിലും സിനാ ചെയ്യാൻ പാടുണ്ടോ? പക്ഷെ ഇബ്നു ഹജർ ഹൈതമി പറയുന്നു ഇതെല്ലാം ഉണ്ടെങ്കിലും അവന്റെ അവസ്ഥ പരിഗണിച്ചിട്ട് ഞാൻ മാഫ് കൊടുക്കരുത്. അതുകൊണ്ടല്ലേ നോമ്പ് മുറിക്കാഞ്ഞത്. നോമ്പ് മുറിക്കുന്നിടത്ത് ഇതേ പട്ട് വരൂ. കിതാബ് പുസ്തകം ഓതുമ്പോ വ്യഭിചാരം ചെയ്തു നിർബന്ധത്തിന് വേണ്ടി നോമ്പ് മുറിയോ ഇല്ലേ? അവിടെ അടിപിടി തുടങ്ങുന്നുണ്ട്. മുറിയൂല എന്നാണ് ഇബ്നു ഹജർ പറയും. ചെയ്തത് തെറ്റന്നെ, ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ്. ക്ലിയർ ആയില്ലേ?